كفاك بالعلم فيه الأمي معجزتان في الجاهلية والتأديب في اليتم. കഫാക്ക നിനക്ക് മതി, മുഅ്ജിസത്തൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായിട്ട് നിനക്ക് ധാരാളം മതി. ബിൽ ഇൽമി ഫിൽ ഉമ്മി, അവിടുന്ന് ഒരു ഗുരുവിൽ നിന്ന് അക്ഷരാഭ്യാസം നേടാത്ത അവസ്ഥയിൽ തന്നെ അവിടത്തേക്ക് കിട്ടിയ ആ ഒരു അറിവ് മാത്രമല്ല, അറിവ് കിട്ടിയെന്നല്ല, അറിവിന്റെ മുഴുവൻ അധിപരായി അവിടുന്ന് മാറി എന്നത് അതുതന്നെ മതി അവിടുത്തെ മുഅ്ജിസത്തായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ. അതും ഏത് കാലഘട്ടത്തിലാണ്? ഫിൽ ജാഹിലിയത്തി, അജ്ഞാത കാലത്ത്, ആർക്കും അറിവില്ലാത്ത, എല്ലാവരും അക്രമത്തിന്റെ പിന്നാലെ പോകുന്ന ആ ജാഹിലിയ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ തഅദീബി ഫിൽ യതീമി, യതീമായിരിക്കെ തന്നെ അവിടത്തേക്ക് കിട്ടിയ അച്ചടക്കം. ഈ രണ്ട് കാര്യങ്ങളും മതി നിനക്ക് അവിടുത്തെ മുഅ്ജിസത്തായിട്ട് മനസ്സിലാക്കാൻ. ഈ കാണുന്ന ഇസ്ലാമിന്റെ ജ്ഞാനലോകം മുഴുവൻ അവിടുന്ന് നമുക്ക് എത്തിച്ചു തന്നതാണ്. എന്നാൽ നമുക്ക് കിട്ടിയതിൻ്റെയും എത്രയോ ഇരട്ടി അവിടുത്തെ അറിവുകൾ വിശാലവുമാണ്. കാരണം അവിടുത്തേക്ക് അറിയുന്നതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ അവിടുന്ന് ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ അറിവിന്റെ ആഴം എത്രയായിരിക്കും? ലൗഹിലും കലമിലുമുള്ളതെല്ലാം അങ്ങയുടെ അറിവിൽപ്പെട്ടതാണല്ലോ എന്ന് ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ശേഷം പറയുന്നുണ്ട്. അതെല്ലാം കിട്ടിയത് ജാഹിലിയ കാലഘട്ടത്തിലെ ഈ പറയുന്ന അക്ഷരാഭ്യാസം ഒരു ഗുരുവിൽ നിന്ന് പഠിക്കാത്ത ആൾക്കാണെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു മുഅ്ജിസത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഉപ്പ ജനിക്കുന്നതിന് മുമ്പ് വഫാത്തായി, ഉമ്മ 6-ാം വയസ്സിലും വഫാത്തായി. അങ്ങനെ എല്ലാ നിലക്കും യതീമായി വളരുന്ന ആ കുട്ടിയുടെ അച്ചടക്കം അത് ഏറ്റവും വലിയൊരു മുഅ്ജിസത്തായിരുന്നു. അഥവാ അബൂ ത്വാലിബിന്റെ ഒക്കെ വീട്ടിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരുപാട് മക്കളുള്ളതാണ്. ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ എല്ലാ മക്കളും കൂടെ ഓടി വന്ന് തിക്കും തിരക്കും കൂട്ടും. പക്ഷേ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് മാറി നിൽക്കുകയാണ്. ഭക്ഷണം കിട്ടിയാലും ഇല്ലെങ്കിലും തിക്കാനും തിരക്കാനും ഞാനില്ല എന്ന അർത്ഥത്തിൽ അച്ചടക്കത്തോടെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അത്രമേൽ അച്ചടക്കം കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ അതും അതുപോലെ തന്നെ അവിടുത്തെ ആ ജ്ഞാന ലോകവും അറിവിന്റെ ലോകവും ഒന്ന് പരിശോധിച്ചാൽ തന്നെ നിനക്ക് അവിടുത്തെ അമാനുഷികത മനസ്സിലാക്കാൻ കഴിയും. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യതീം എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ പറയാം. അതേതുപോലെ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ഖാലിഖുദ്ദുബാബ്, ഈച്ചയുടെ സൃഷ്ടാവ് എന്ന് പറയരുത്. അതൊക്കെ പദപ്രയോഗത്തിൽ വരുന്ന അദബുകേടുകളാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു വിഷയം പറയുമ്പോൾ അത് തിരിയാൻ വേണ്ടിയാണ് യതീം എന്ന പ്രയോഗം നടത്തുന്നത്. അഥവാ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ തന്നെ വികലാംഗ എന്ന് പ്രയോഗിക്കാറില്ല, മറിച്ച് ഭിന്നശേഷിക്കാർ എന്ന പദപ്രയോഗമാണ്. അതൊക്കെ പദപ്രയോഗത്തിൽ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു മാന്യതയാണ്.